നമസ്തേ, സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നമുക്ക് ഭർതൃഹരിയുടെ കഥ, അദ്ദേഹം എങ്ങനെയാണ് സന്യാസിയായതെന്നൊന്ന് ആലോചിച്ചാലോ? ഈ ഭർതൃഹരി ആരാണെന്ന് ചിലരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം നമ്മുടെ വരരുചിയൊക്കെ ഇല്ലേ, പറയവറ്റ പന്തിരുകുലത്തിൽ വരരുചിയുടെയും വിക്രമാദിത്യ രാജാവിൻ്റെയൊക്കെ സഹോദരനാണെന്ന് കേൾക്കുന്നത്. അതായത് ഇവരുടെ അച്ഛൻ 4 വർണ്ണത്തിൽ നിന്നും 4 സ്ത്രീകളെ കല്യാണം കഴിച്ചു. കാരണം ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇങ്ങനെയല്ലേ. ഇതിൽ ശൂദ്ര സ്ത്രീയിലുണ്ടായതാണ് ഈ ഭർതൃഹരി. ഏകദേശം ഒരു 1500 കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നതെന്നാണ് കേൾക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ചരിത്രരേഖകളൊന്നും ഇതിനൊന്നും ഇല്ലല്ലോ. ഈ ഭർതൃഹരി അസാമാന്യ ചിന്തകനും സാഹിത്യകാരനും ഒക്കെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൃംഗാര ദശകം, പിന്നെ വേറെ ഒരെണ്ണം വൈരാഗ്യ ദശകം, ഇങ്ങനെയൊക്കെ പല കൃതികളും ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി ഓർമ്മിക്കാൻ ഒരൊറ്റ സുഭാഷിതം മതി. എന്താണെന്നറിയാമോ? വിദ്യാധനം സർവധനാൽ പ്രധാനം. അത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതല്ലേ. അത് ഇദ്ദേഹമാണ് അതിൻ്റെ കർത്താവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചു, ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി കഴിയുകയാണ്. നല്ലൊരു ദാമ്പത്യ ജീവിതം. ഇദ്ദേഹത്തിന് ആ സ്ത്രീയിലെ അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അത് തന്നെയല്ല, അവർ ഏറ്റവും വലിയ പതിവ്രതയാണെന്നാണ് ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സന്തോഷമായിട്ടിങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു സന്യാസിവര്യൻ ആ വീട്ടിൽ വന്നു. അദ്ദേഹത്തെ സന്യാസിയെ കണ്ടപ്പോഴത്തേക്കും വേഗം നമ്മുടെ ഭർതൃഹരി ചെന്നു, വേണ്ട വിധത്തിൽ ഉപചരിച്ചു, വേണ്ടതൊക്കെ കൊടുത്തു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഇദ്ദേഹം പോകാൻ സമയത്ത് ഒരു മാമ്പഴം എടുത്ത് ഭർതൃഹരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് അതിവിശിഷ്ടമായൊരു പഴമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ജരാനരകളുണ്ടാകില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ദേവന്മാരൊക്കെ അമൃത് കഴിച്ചിട്ടല്ലേ ഇതുണ്ടായത്. പക്ഷേ ഈ പഴം കഴിച്ചാൽ അതേ എഫക്റ്റ് തന്നെ ഉണ്ടാകുമെന്നാണ് ഈ സന്യാസി പറഞ്ഞത്. എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. കാരണം ഇത് കഴിക്കാൻ ഏറ്റവും യോഗ്യൻ അങ്ങാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് തരുന്നത് എന്നും പറഞ്ഞ് ഇദ്ദേഹം പിരിഞ്ഞു. ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പം ഭർതൃഹരി വിചാരിച്ച്, പാവ എൻ്റെ ഭാര്യ, ഞാനിങ്ങനെ ഇത് എന്നും യൗവനമായിട്ട് ജരാനരിയൊന്നും ഇല്ലാതെ കഴിയുകയും മരണമില്ലാതെ ജീവിക്കുകയൊക്കെ ചെയ്താൽ അവൾ വയസ്സായിട്ട് മരിച്ചു പോവില്ലേ. അപ്പോൾ എനിക്കത് ഓർക്കാൻ പോലും വയ്യ, അവളില്ലാതെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്കിത് കൊടുത്തേക്കാം, ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് മരിച്ചു പോകുന്നതിലേ ഉള്ളൂ, അത് സാരമില്ല എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഭാര്യയ്ക്ക് പഴം കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഗുണങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവരെന്ത് വിചാരിച്ചെന്നറിയോ? അവൾക്കൊരു കാമുകനുണ്ട്, ഭർത്താവ് ഇവിടെ ഉണ്ടെങ്കിലും ഒരു കാമുകനുണ്ട്. അപ്പം വിചാരിച്ചു, അങ്ങേര് മരിച്ചു, അങ്ങേരില്ലാതെ ഞാനെന്തിനാണ് ജീവിക്കണേ? അങ്ങനെ അതുകൊണ്ടൊരു കാര്യം അദ്ദേഹത്തിന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പഴം അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർതൃഹരിയുടെ വീട്ടിലെ കുതിരക്കാരനാണ് ഇയാൾ. അപ്പോൾ ഈ കുതിരക്കാരൻ എന്നാ വിചാരിച്ചെന്നറിയോ? കാര്യം ഇവരുമായിട്ട് അടുപ്പവും ബന്ധവും ഒക്കെ ഉണ്ടെങ്കിൽ ശരി, അങ്ങേരുടെ ഭാര്യയോട് തന്നെയാണ് സ്നേഹം. എന്നാൽ പിന്നെ ഈ കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എല്ലാം പറഞ്ഞിട്ടാണ് കൊടുത്ത് ഇന്ന ഗുണങ്ങളുണ്ടെന്നൊക്കെ. അന്നേരം വിചാരിച്ചു, എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തേക്കാം, അവൾ സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തു. പിറ്റേ ദിവസം ഈ ഭർതൃഹരി വീട്ടിലേക്ക് വന്ന സമയത്തുണ്ടല്ലോ, ഈ സ്ത്രീ, അതായത് ഈ കുതിരക്കാരൻ്റെ ഭാര്യ അവിടുത്തെ പണിക്കാരിയാണ്, അവിടുത്തെ അടിച്ചുതളിക്കാരിയാണ്. ഇവർ പണിയും കഴിഞ്ഞ് തിരിച്ചു പോവുക. അപ്പോൾ ഈ വഴിക്ക് ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് കൊണ്ടുപോയി ഈ മാമ്പഴം കൊണ്ട് കൊടുത്തത്. ഈ മാമ്പഴവും കൈപ്പിടിച്ചുകൊണ്ട് ഈ സ്ത്രീയും കൊണ്ടുവരുമ്പോൾ ഭർതൃഹരിയെ കണ്ടു. ഭർതൃഹരി പഴം കണ്ടപ്പോഴേ സംശയിച്ചു, ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് ഇവളുടെ കയ്യിൽ വന്ന്? വേഗം ചോദിച്ചു, ഇത് എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് അവർ പോയി. ഉടനെ തന്നെ ഈ കുതിരക്കാരനെ വിളിച്ചിട്ട് ആദ്യം അയാൾ കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഭർതൃഹരി സമ്മതിക്കുമോ?
അവസാനം സത്യം പറയേണ്ടി വന്നു. എന്നിട്ട് കുതിരക്കാരനോട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയി. ഇയാൾ അന്നേരം തന്നെ അത് ഈ ഭർതൃഹരിയുടെ ഭാര്യയെ അറിയിച്ചു. വേറെ ഒരു ദാസിയെ പറഞ്ഞു വിട്ട്. കാരണം അറിയാമല്ലോ, ഇത് എന്തായാലും ഇതിന് നടപടി ഉണ്ടാകുമെന്നുള്ളത് അറിയാം. അതുകൊണ്ട് പറഞ്ഞു. ഇവരിത് കേട്ടപ്പോഴേ തന്നെ അടിമുടി വിറച്ചു പോയി. അയ്യോ, ഇനിയിപ്പോൾ എന്തായാലും കുതിരക്കാരനെ കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ ജീവിതവും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കട്ടപ്പുകയാണ്. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടേ? വേഗം അവർക്കൊരു ബുദ്ധി തോന്നി കേട്ടോ, ഒരു കുബുദ്ധി തോന്നി. എന്താണെന്നറിയാമോ? അപ്പം ഒന്നിലെ എന്നെ ഇയാൾ മരിക്കും, എൻ്റെ കാമുകൻ മരിക്കും, എൻ്റെ കാര്യം അധോഗതിയാവും. എന്നാൽ പിന്നെ അയാളെ ഇങ്ങ് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലല്ലോ, ആർക്കും ഒരു കുഴപ്പമില്ല, വേറെ ആരും അറിഞ്ഞിട്ടുമില്ല ഇതൊന്നും. വേഗം എന്ത് ചെയ്തു? അവൾ ഓട്ടടയുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ അകത്ത് വിഷം വച്ചിട്ട് ഉണ്ടാക്കി ഭർതൃഹരിക്ക് കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം റെഡിയാവാനായിട്ടൊരു കുറച്ച് താമസമുണ്ട്, അതുകൊണ്ട് അങ്ങേക്ക് വിശക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തു. അന്നേരം തന്നെ ഇങ്ങർക്ക് മനസ്സിലായി ഇവൾ ചതിയാണ് ഇതും ചെയ്യുന്നതെന്ന്. വേഗം അദ്ദേഹം വിചാരിച്ചു ഇനി ഇങ്ങനെയുള്ളവളുടെ കൂടെ താമസിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇവളെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം വേഗം ശപിച്ചു. ഈ ഓട്ടടയോടൊപ്പം നീയും ഈ വീടും എല്ലാം ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇദ്ദേഹം കുറച്ചങ്ങ് നീങ്ങിയപ്പോഴത്തേക്കും ഈ വീടെല്ലാം കത്തിച്ചാമ്പലായി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വിചാരിച്ചു ഇനിയിപ്പം എന്തായാലും ഗാർഹസ്ഥ്യമൊന്നും വേണ്ട, മതിയായി. അതുകൊണ്ട് നേരെ സന്യാസം സ്വീകരിച്ചു. എന്നിട്ട് ഒരു മഹാക്ഷേത്രത്തിൽ അദ്ദേഹം മരണം വരെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതായത് ചിദംബരം ക്ഷേത്രത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് ഭിക്ഷയെടുത്ത് ജീവിക്കുമ്പോഴും അദ്ദേഹത്തിന് അവസാനമായപ്പം ഭിക്ഷയൊന്നും എടുക്കണ്ടെന്ന് തോന്നി. അപ്പം ഭിക്ഷയ്ക്കൊരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് വേണ്ടാന്ന് വെച്ചിട്ട് വർഷങ്ങളോളം ഒന്നും കഴിക്കാതെ. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള ആ ഇതുണ്ടായിരുന്നു. കാരണം സന്യാസിമാർക്കൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയുമല്ലോ, ഒന്നും കഴിച്ചില്ലെങ്കിലും വായുവും വെള്ളവും ഒന്നും കഴിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് അവർക്ക് ജീവൻ നിലനിർത്താനുള്ള കഴിവുണ്ട്. അങ്ങനെ അദ്ദേഹം അവസാനം ചിദംബരത്ത് വെച്ച് തന്നെ സ്വച്ഛന്ത മൃത്യുവായി എന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമ്മുടെ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞ ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.